പട്ടികജാതി ക്ഷേമ സമിതി പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. കൊടിയ ജാതി വർണ്ണ വിവേചനത്തിന്റെ രക്തസാക്ഷി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ ക്രിമിനലുകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി പി ലക്ഷ്മണൻ പ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ബാബു, KP ശ്യാമള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് KC താമി അധ്യക്ഷത വഹിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിരോധ സദസ്സിൽ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി ശിവദാസ് ആറ്റുപുറം സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ശശി പാടത്തറയിൽ നന്ദിയും പറഞ്ഞു. ജാതീയമായ അധിക്ഷേപങ്ങൾക്കുമെതിരായി നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം അതിശക്തമായ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഭാരതീയ നവോത്ഥാനത്തിന്റെ ഭാഗമായി രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നവോത്ഥാന പ്രസ്ഥാനം ഇന്ത്യയിലാകമാനം വ്യാപിച്ചപ്പോ അതിന്റെ ഭാഗമായി കേരളത്തിൽ രൂപം കൊണ്ട നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിത്തറയിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ സവർണ മേധാവിത്വം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജാതീയ ഉച്ചനീചത്വത്തിന്റെ, ജാതീയമായ അധിക്ഷേപത്തിന്റെ പ്രയാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. വഴി നടക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ മാറി നടക്കാനുള്ള അവകാശം, ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമായി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് കഴിഞ്ഞുകൂടേണ്ടി വരുന്നത് ഒരു വലിയ ദുരന്തമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ അനുഭവിച്ചപ്പോഴാണ് ആ ദുരന്തങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ പുരോഗമനവാദികളും അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ആകമാനം അലയടിച്ചു വന്നത്. Every child is a star. Everything I do is a gift to you. Everything I have, all you've given me, I give it to you, Lord, and do it thankfully. Here we study life. KEALP School, Ponnani, Ishwaramangalam.